ഒരൊറ്റ പ്രാവശ്യം ഉപയോഗിച്ചാൽ മതി. ഈ സിന്തറ്റിക് ലഹരികൾ ഒരൊറ്റ പ്രാവശ്യം, കൂടുതൽ തവണ വേണ്ട, ഒന്നിലധികം തവണ വേണ്ട, ഒരൊറ്റ പ്രാവശ്യം മാത്രം ഉപയോഗിച്ചാൽ മതി, അതിന്റെ അടിമയായി തീരും. പിന്നീട് അതില്ലാതെ പറ്റില്ല, അത് കിട്ടാതെ ജീവിക്കാൻ കഴിയില്ല. അത് വാങ്ങാൻ പിന്നെ പണം വേണ്ടി വരും. വാപ്പയോട് പണം ചോദിക്കും, വാപ്പ പണം കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ഉമ്മയോട് ചോദിക്കും, ഉമ്മയും ക്യാഷ് കൊടുത്തിട്ടില്ലെങ്കിൽ മറ്റു പലരോടും ചോദിക്കും. അങ്ങനെ യാചകനാകും, യാചിച്ചുകൊണ്ടിരിക്കും. തീരെ പണം കിട്ടിയില്ലെങ്കിൽ അക്രമാസക്തനാകും, വാപ്പയെ കൊല്ലാൻ നോക്കും, ഉമ്മയെ കൊല്ലാൻ നോക്കും, നൊന്തു പ്രസവിച്ച മാതാവിന്റെ മുഖത്തടിക്കും. ഇത് ചിലപ്പോ ഇതുകൊണ്ടൊന്നും അവസാനിക്കാതെ ഇയാൾ ആത്മഹത്യ ചെയ്യും. ഇങ്ങനെയുള്ള ദുരന്ത വാർത്തകളാണ് നമ്മൾ ദിവസേന കേട്ടുകൊണ്ടിരിക്കുന്നത്. ദുരന്തപൂർണമാണ്, അപകടകരമായ ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഒരു വീട്ടിൽ ലഹരിക്ക് അടിമപ്പെട്ട ഒരാളുണ്ടെങ്കിൽ ആ വീട്ടിലെ സമാധാനം എന്നേക്കുമായി അവസാനിച്ചു. യാതൊരു സംശയവും ആ വിഷയത്തിലില്ല. എത്രയോ കുടുംബങ്ങൾ ഇന്ന് ദുരിതപൂർണമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ വീട്ടിലേക്ക് ഒരു വന്യജീവി ഓടിക്കയറി എന്ന് നിങ്ങളൊന്ന് സങ്കല്പിക്കുക. വീടിന്റെ ഏതോ ഒരു മൂലയിൽ പോയി ഒളിച്ചിരുന്നു. അത് നമ്മൾ പകലന്തിയോളം തിരഞ്ഞു, കണ്ടില്ല. ആ വീട്ടിൽ ആ രാത്രി സമാധാനത്തോടുകൂടെ അന്തി ഉറങ്ങാൻ നമുക്ക് കഴിയുമോ? കഴിയൂല. അല്ലേ? അവിടെ കിടക്കാൻ കഴിയൂല. ഇതുപോലെയാണ് ലഹരിക്കടിമപ്പെട്ട ഒരാൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അയാൾ എഴുന്നേൽക്കുന്നതും, അയാൾ ലൈറ്റിടുന്നതും, അയാൾ പുറത്തു പോകുന്നതും തിരിച്ചു വരുന്നതും, അയാൾ ഒന്ന് അനങ്ങുന്നതും ചലിക്കുന്നതുമെല്ലാം ആ വീട്ടിലെ ഓരോ മെമ്പർമാരെയും പേടിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഭീതിജനകമായ അവസ്ഥയായിരിക്കും അത്. അതുകൊണ്ട് വളരെയധികം ജാഗ്രത പുലർത്തണം.